Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റാരെക്കാളും യേശു നിങ്ങളെ മനസ്സിലാക്കും. More than anyone, Jesus understands you. പലർക്കും നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Many people are unable to understand you. നിങ്ങൾക്ക് പലരെയും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. You are not able to understand others. എന്നാൽ യേശുവിന് നമ്മളെ നല്ലവണ്ണം മനസ്സിലാക്കും. But Jesus understands us really well. വേറൊരാൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതലായി യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയും. More than anyone else, Jesus can understand you. ഹീബ്രു ചാപ്റ്റർ 4 വേഴ്സ് 15 പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. Hebrews 4 verse 15 says, "For we do not have a high priest who cannot sympathize with our weakness." പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. But was in all points tempted as we are, yet without sin. കർത്താവ് പരീക്ഷിക്കപ്പെട്ടത് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. Apart from sin, he was tempted in all other things. ആമേൻ. നമ്മുടെ സഹതാപങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ മനസ്സലിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. Our Lord is a merciful God who sympathizes with us in all our problems. ആമേൻ. ഇന്ന് ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നിങ്ങൾ പറയും, എന്നെ എന്നെ മനസ്സിലാക്കാൻ, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല. എൻ്റെ ഭർത്താവിന് കഴിയുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല, എൻ്റെ മക്കൾക്ക് കഴിയുന്നില്ല. എന്നാൽ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. When you're hearing this message through this YouTube channel, you may say that my husband or my wife or no one understands me. But let me tell you, Jesus understands you. നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസന്റ് സ്റ്റേജ്, പ്രസന്റ് സിറ്റുവേഷൻ വേറൊരാൾക്ക് മാറി നിന്ന് കുറ്റം പറയാനേ പറ്റുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. The present stage or situation that you're in, the people around you may only be able to criticize you, but only Jesus can understand you properly. അനേകർ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാണ്, എന്നാൽ മുറിവ് കെട്ടുന്നവര് വളരെ ചുരുക്കമാണ്. Many people are there who criticize and bruise others, but Jesus is the one who tends to the bruises and takes care of it. ആരാണ് റിയൽ സ്നേഹിതൻ? Who is the real friend? അവൻ മുറിക്കുന്നവനല്ല, മുറിവ് കെട്ടുന്നവനാണ് റിയൽ സ്നേഹിതൻ. Not the one who wounds, but rather the one who tends to the wounds and heals them. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം നിങ്ങളുടെ വർഷങ്ങളായി മുറിഞ്ഞു കിടക്കുന്ന ചില മുറിവുകൾ ദൈവം കെട്ടാൻ പോവുകയാണ്. When you listen to this message, many wounds that has been there for many years, the Lord is healing them. നിങ്ങൾ ഓർക്കും ഒരുപക്ഷെ വലിയ പ്രസംഗമാണ് സുവിശേഷ വേലയെന്ന്. എന്നാൽ തകർന്നു കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്നവരെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ മനസ്സിലാക്കി അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുന്നവരായി മാറണം. Becoming great preachers is the idea of ministry for many people, but the broken-hearted, those who are wounded on the inside, to go to them and heal them, understand them and tend to their wounds is the greatest ministry of all. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്, the Lord who understands you. പലർക്കും നിങ്ങളെ മനസ്സിലായില്ല. Many people may not be understanding. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നല്ല യേശു കർത്താവ്, a good Jesus Christ who understands you. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില ഭാരമേറിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി യേശു നിങ്ങളുടെ അടുത്തേക്ക് ഇതാ നടന്നു വന്ന് നിങ്ങളെ തൊടാൻ പോകുന്നു. The heavy burdens that you are carrying, Jesus understands it. He is walking towards you and he is touching you in your life right now. നിങ്ങൾ ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടത് മറ്റുള്ളവർ അറിയുന്നില്ല, പക്ഷേ യേശുവിന് അറിയാം. All your attempts may have failed and the people may not be able to understand it, but Jesus understands. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പലർക്കും അറിയില്ല, പക്ഷേ കർത്താവിന് അത് അറിയാം. Your efforts may not have yielded the results that you wanted. People may not understand it, but Jesus understands it. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നല്ല യേശു നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. We have a Jesus who understands our situation and is coming near you. നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ യേശുവിന് നന്നായിട്ട് അറിയാം. One thing you need to understand is Jesus knows you very well. നിങ്ങൾ ഈ യേശുവിന്റെ വാക്ക് അനുസരിക്കുന്നത് നിമിത്തം നിങ്ങൾ ബ്ലെസ്സഡ് ആകും. നിങ്ങൾ തോൽവിയിലേക്കല്ല
വിജയത്തിലേക്ക് പോകുവാനിടയായി തീരും. Because you're obedient to the voice of Jesus, you will not walk into failure. You will always be victorious. നിങ്ങളുടെ പരാജയം വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒന്ന് യേശുവിന്റെ കാൽവറി മരണം നിങ്ങൾ വിശ്വസിക്കണം. To turn your failures into victory, the first thing is you have to believe in the crucifixion and the death on the Calvary. രണ്ട്, യേശു യോർദാനിൽ ഇറങ്ങി ബാപ്റ്റിസം എടുത്തതുപോലെ നിങ്ങൾ അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. The second is, just as Jesus went to Jordan and was baptized, you should also obey the principle. ഇത് ഒരു സഭയുടെ ഉപദേശമല്ല. This is not a teaching of a church. ഇത് ബൈബിളിൽ ആമേൻ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എഴുതിയ ഉപദേശമാണ്. This is an instruction given by the Holy Spirit in the Bible. നാം അത് അനുസരിക്കണം. We should be obedient. നാം പരിശുദ്ധാത്മാവിൽ നിറയണം. We should be full of the Holy Spirit. ആ ഗിഫ്റ്റുകൾ നാം ഓപ്പറേറ്റ് ചെയ്യണം. We should operate in the gifts. നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയണം. We should share the truth we realize to ഈ others. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ ദിനംതോറും വർദ്ധിച്ചു വരണം. You should grow in the love of Christ. ആമേൻ. അങ്ങനെ നിങ്ങൾ ആത്മാക്കളെ നേടുമ്പോൾ When you earn souls for Christ, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. you will have a great reward. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let me pray for you. ഇന്നു മുതൽ ക്രിസ്തുവിനെ ആമേൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കുക. From today onwards, let us lay down our lives to love Him. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. Let us love Him the way Jesus loved us. ഞങ്ങളുടെ കർത്താവേ, Our Father, ഈ വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. I pray for these people. അങ്ങയുടെ കരം നീട്ടണമേ. Let your hand be stretched out towards അങ്ങൊരു them. മിറക്കിൾ ചെയ്യണമേ. Do a miracle for them. യേശുവിൻ നാമത്തിൽ In the name of Jesus, ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും സ്നേഹത്തിന്റെ വലിയ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. let there be an overflow of love in all those who are listening to this message. സ്നേഹം നഷ്ടപ്പെട്ടവർ അത് വീണ്ടെടുക്കട്ടെ. Let all those who lost love recover it. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Amen. ആമേൻ.